ചികിത്സാ പിഴവുകളിലും അപര്യാപ്തമായ സംവിധാനങ്ങളിലും വീർപ്പുമുട്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ്. ഇക്കഴിഞ്ഞ 5 വർഷവും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായതിന് സമാനതകളില്ലാത്ത വീഴ്ചകളാണ്. പിഴവുകളിൽ സമിതികളെ രൂപീകരിച്ച് റിപ്പോർട്ട് തേടിയതല്ലാതെ ഇവ പരിഹരിക്കാൻ ഇടതുപക്ഷ സർക്കാരിനും ആരോഗ്യ വകുപ്പിനും സാധിച്ചിട്ടില്ല. MS വീണ ഒപ്പം ചേരുന്നു. MS വീണ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മേഖല ആരോഗ്യ മേഖലയാണ്. അത് പോസിറ്റീവായ ചർച്ചയായിരുന്നില്ല. ചികിത്സാ പിഴവ് എന്ന വാർത്ത കേൾക്കാത്ത ദിവസങ്ങൾ കുറവായിരുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, കൈ ഒന്ന് പൊട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുകയാണ്. മറ്റൊരാൾ ഇടത് കൈക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ വലത് കൈയിൽ പ്ലാസ്റ്റർ ഇടുകയാണ്. 2 സ്ത്രീകളാണ് കത്രിക വയറിൽ കുടുങ്ങിയോ ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവിടെ വെച്ച് തുന്നിക്കെട്ടിയത്. അങ്ങനെ കോഴിക്കോടാണെങ്കിൽ പിന്നെ ചികിത്സാ പിഴവിന്റെ തുടർക്കഥകളായിരുന്നു എല്ലാ ദിവസവും. ഘോഷയാത്ര. അതോടൊപ്പം തന്നെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ HOD തന്നെ വന്നിട്ട് അവിടുത്തെ കെടുകാര്യസ്ഥയുടെ കെട്ടഴിക്കുന്ന ഒരു സംവിധാനം. അത് ഇടതുപക്ഷ അനുഭാവിയാണ് അദ്ദേഹം. വലിയൊരു നേതാവിന്റെ സഹോദരി ഭർത്താവ് അങ്ങനെ എന്തോ ആണ്. ആലോചിച്ച് നോക്കൂ, അങ്ങനെ അടിമുടി തകർന്നു പോയ ഒരു സംവിധാനമായി ആരോഗ്യവകുപ്പ് മാറി. ആരോഗ്യവകുപ്പ് ആംബുലൻസിലാണോ, ആരോഗ്യവകുപ്പ് അത്യാഹിത വിഭാഗത്തിലാണോ, ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണോ, അതേ ഇനി അറിയാനുള്ളൂ. വീണ, കൃഷ്ണരാജ്, സമാനതകളില്ലാത്ത പിഴവുകളുടെയും കെടുകാര്യസ്ഥതയുടെയും വർഷങ്ങളാണ് ഈ 5 വർഷം ആരോഗ്യ വകുപ്പിൽ കടന്നുപോയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആരോഗ്യ വകുപ്പ് അനാസ്ഥയുടെ കേന്ദ്രമായി മാറുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ 1 ആണെന്ന് വീമ്പ് പറച്ചിൽ നടത്തുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുത്തില്ല എന്നുകൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടി വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുതൽ അങ്ങ് കോഴിക്കോട് വരെയുള്ള മെഡിക്കൽ കോളേജ് വരെ നിരന്തരമായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകൾ, അടിസ്ഥാന സൗകര്യത്തിന്റെ അപര്യാപ്തത, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത പിന്നെയും അവിടെ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ സഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചികിത്സാ പിഴവുകൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ ആ പിഴവ് മൂലം അവർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു, അവിടെ ചികിത്സയെ തുടർ ചികിത്സയുടെ ഫലമായി ശസ്ത്രക്രിയ നടത്തുന്നു. ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സമ്മാനമായി കത്രിക വയറിനുള്ളിൽ തന്നെ തുന്നിവെച്ച് രോഗിയെ വിടുന്നു. വീണ്ടും ദിവസങ്ങൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ആശുപത്രിയിലേക്ക് കയറിയിറങ്ങുന്നു. കോഴിക്കോട് ഒരു സംഭവം ഉണ്ടാകുന്നു. തുടർന്ന് അല്പ ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം ഉണ്ടായത്. ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുകയാണ്. ഞാനല്ല ശസ്ത്രക്രിയ ചെയ്തത്, മറ്റൊരു ഡോക്ടറാണെന്ന് പറയുന്നു. ആലപ്പുഴയിലും അങ്ങനെ സമാനമായ സംഭവം ഉണ്ടാകുന്നു. പാലക്കാടാണെങ്കിൽ കൈക്ക് പരിക്ക് പറ്റി ചികിത്സയ്ക്ക് തേടിയെത്തിയ കുട്ടിക്ക് ആ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ട ഗതി വന്നൊരു സാഹചര്യം. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ. ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിയെ ഗൈഡ് വയർ ഉള്ളിൽ കുടുങ്ങിയ സംഭവം, തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ. സിസ്റ്റം ശരിയല്ല, ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം ശരിയല്ല എന്നുള്ളത് ഒരു വകുപ്പിലെ HODക്ക് തന്നെ, ആരോഗ്യ വകുപ്പിലെ ഒരു ഡോക്ടർക്ക് തന്നെ രംഗത്ത് വന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം മൂലം ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം, അത് നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ടും ഈ തസ്തികകളിലെ തീർച്ചയായിട്ടും തസ്തികകളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിൽ ആരോഗ്യ വകുപ്പിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ മൂലം ഡോക്ടർമാരുടെ അപര്യാപ്തത, തുടർന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ ദിവസങ്ങളോളം നടത്തുന്ന സമരം, ആ സമരത്തിൽ വീർപ്പുമുട്ടുന്നതാകട്ടെ രോഗികൾ. ഇത്തരത്തിൽ 5 വർഷം വിരലിലുണ്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ മാത്രമാണ് ഇപ്പോൾ ഈ ആരോഗ്യരംഗത്തെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു പറയുന്നെങ്കിൽ ഇതല്ലാതെ നിരവധി സംഭവങ്ങൾ ഉണ്ടായെന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഈ മരുന്നുമാറി കുത്തിവെച്ച സംഭവങ്ങളടക്കം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഞെട്ടിക്കുന്ന അവസ്ഥയാണ്. മരുന്നുകളുടെ ദൗർബല്യം, ഒപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റുകളിൽ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ വൈകുന്ന ഒരു സാഹചര്യം, പിന്നെ കാരുണ്യ വകുപ്പിൽ, അതായത് കാരുണ്യമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് മരുന്നുകൾ കിട്ടാനില്ലാത്ത സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട് രോഗികൾ അനുഭവിക്കുന്നത് നിരവധി ദുരിതങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആകട്ടെ ഇപ്പോഴും ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾക്ക് കിടക്കകളില്ലാത്ത സംഭവങ്ങളുണ്ട്. ഒരു കിടക്കയിൽ തന്നെ 3-4 രോഗികൾ കിടക്കേണ്ട ഒരു ഗതികേട്, ഒപ്പം തന്നെ തറയിൽ കിടന്ന് ചികിത്സ തേടേണ്ട കിടക്കേട്. ഇത്തരത്തിലുള്ള ആരോഗ്യ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള സംഭാവനകളാണ് ഇക്കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ സർക്കാർ സമ്മാനിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സമാനതകളില്ലാത്ത പടുകുഴിയിലേക്കാണ് ആരോഗ്യ വകുപ്പിനെ ഇടതുപക്ഷ സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മികച്ചതാണ്, വീമ്പ് പറച്ചിലൊക്കെ നടത്തുമ്പോൾ പോലും അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും
സ്വീകരിച്ചില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വീഴ്ചകൾ 1, 2, 3 എന്നല്ല, നിരവധി ഉണ്ടാകുന്നു. എല്ലാ ദിവസവും വാർത്തകളിൽ അത് ഇടം പിടിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ സമരങ്ങൾ, ആ സമരങ്ങൾക്കാകെ പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഒരു സമിതിയെ രൂപീകരിക്കുന്നു, അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷമോ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കം ചെല്ലുന്നു. പക്ഷേ വീഴ്ചയ്ക്ക് കാരണം എന്താണ്? ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായത്? അത് പരിഹരിക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ആരോഗ്യവകുപ്പ് ഇപ്പോഴും അത്യാസന്ന നിലയിലാണ്. ആ സാഹചര്യങ്ങളെ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അതിനെ മൂടി വെച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് നമ്പർ 1 ആണ്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലടക്കം അത്യാധുനിക രീതിയിലുള്ള ചികിത്സയാണ് കിട്ടുന്നത്. ലോകരാഷ്ട്രങ്ങൾ പോലും കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ കണ്ട് അമ്പരക്കുന്നു എന്നുള്ള വീമ്പ് പറച്ചിലാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നുള്ളത് ദയനീയമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ അടക്കമുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യമില്ലായ്മയിലടക്കം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് നിരവധി രോഗികളായ തന്നെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടുമുണ്ട്. പക്ഷെ സ്വകാര്യ ആശുപത്രികളെയും ഇത്തരത്തിലുള്ള എന്തായാലും വീണ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്. പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇവിടുത്തെ ചികിത്സ വേണ്ട, അതിന് അമേരിക്കയിലേക്ക് പോകണം. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം തലസ്ഥാനത്തടക്കം വ്യാപിച്ചിട്ട് പഠനം നടത്താൻ പോലും വൈകി. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എത്ര ഗൗരവത്തോടെയാണ് ആരോഗ്യരംഗത്തെ ഇവർ കാണുന്നത്. ഒരു മനുഷ്യൻ ഹൃദ്രോഗബാധിതനായി വന്ന് ചികിത്സയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. അയാളുടെ ഒരു വോയിസ് ക്ലിപ്പ് വ്യാപിച്ചതാണ്. അതെ, ആശുപത്രി കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാർ മരിക്കുന്ന സാഹചര്യം. അതായത് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രികൾ ഇത്തരം വാർത്തകൾക്ക് കാരണമാകുന്നതെന്ന് ഓർക്കണം. വലിയ ചികിത്സാ പിഴവിന്റെ ഒരു കാലമാണ് കടന്നു പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.